പ്രിയരെ, ഇത് നിങ്ങളുടെ വിജയമാണ്. ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ടി എന്നോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും വിജയമാണ്. പ്രിയരെ, ആരെന്ന് മനസ്സിലായോ? നമ്മുടെ ബാബുട്ടി കേട്ടോ. ബാബുട്ടിയുടെ സ്റ്റിച്ച് എടുക്കുകയാണ്. അതവിടെ മൂത്രമൊഴിക്കുന്ന വൃഷ്ണത്തിൻ്റെ അവിടെ അതോടെ ശരിക്കും അന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഫുൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ബോൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ സർജറി ചെയ്തിട്ട് അന്ന് ക്ലിയർ ആക്കിയതായിരുന്നു. പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് എടുത്തു. മുറിയൊക്കെ കംപ്ലീറ്റ് ഉണങ്ങി അവിടുത്തെ. അതൊക്കെ ഓക്കെ. അപ്പം ഞാനെന്നും രാവിലെയും വൈകുന്നേരം പോകും. ആദ്യ സമയത്തൊക്കെ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മരുന്ന് വെക്കണം, ഡ്രസ്സ് ചെയ്യണം. ഇവിടെ ആയിരുന്നു നമ്മൾ ആലു സ്പ്രേ ആയിരുന്നു അടിച്ചിരുന്നത്. അങ്ങനെ അത് ഹീലായപ്പോഴാണ് നമ്മൾ സ്റ്റിച്ച് എടുത്തത്. അവൻ നല്ല സഹകരിച്ച് അനുസരണയോടെ കൊടുക്കട്ടെ. ഞാൻ ഒരുപാട് ഡോഗ്സിനെ കണ്ടിട്ടുണ്ട്. ഇവനെപ്പോലെ അങ്ങനെ അപൂർവം നല്ല ഇണക്കവും നല്ല ക്യൂട്ട്നെസ് സ്നേഹമായിട്ട് ഇരിക്കുന്ന ആളുകൾ അപൂർവം ചിലരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരോട് നമ്മളുടെ ഉള്ളൊരു മനോഭാവം, മനുഷ്യർ അവരോട് എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ചാണ് അവർ നമുക്ക് തരുന്ന സ്നേഹവും. കാരണം അവർക്കിപ്പോൾ നമ്മളോട് ഭയമില്ല. കാരണം അവൻ അവിടെ സ്നേഹിച്ചതും അവിടെയുള്ള ആളുകൾ സ്നേഹിച്ചതും ഭക്ഷണം കൊടുത്തതും ഒക്കെ അവനറിയാം. അതുകൊണ്ട് തന്നെയാണത്. ഇവൻ്റെ ഈ കാല് മുന്നിലെ കൈ നേരത്തെ കട്ടായി പോയതാണ്. അവിടെയൊക്കെ ഹീലായി സെറ്റായതാണ്. എന്നാലും അപ്പോൾ വയ്യാതായപ്പോൾ ആ ഭാഗം കൂടി കുത്തുന്നത് കൊണ്ട് മുറിവ് ഇടയ്ക്ക് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാലിൻ്റെ ആ മുട്ഭാഗത്ത് എൽബോൻ്റെ അവിടെയും പൊട്ടൽ ഈ മുറിവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ നിരങ്ങി നടന്ന് ഇങ്ങനെ പോകുന്നത് കൊണ്ട് തീർച്ചയായും മണ്ണിൽ ഉരതിയിട്ട് അത് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കംപ്ലീറ്റ് ഉണങ്ങുന്നവരെ നമുക്ക് ഇത് ഡ്രസ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഡ്രസ്സ് അഴിച്ച്. എന്തായാലും ഇവനെ ഇപ്പോൾ നമ്മൾ നിർത്തിയിരിക്കുന്നത് ഷീനേച്ചറെ വീട്ടിൽ. ആ ഒരു കുടുംബം, കാരണം ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഇനി എവിടെ നിർത്തും എന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക്. ഷീനേച്ചറെ വീട്ടിലാണ് നിർത്തിയുള്ളത്. ഇപ്പോൾ രാവിലെ ഞാൻ പോയാലും അവർ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കൊടുത്ത് ഇവനെ പുറത്തേക്ക് ഇറക്കി അവ ഓടിപ്പോയി അപ്പിടനെ അത്രയും ദിവസം കിടന്നുകൊണ്ടാണ് അപ്പിടലും മൂത്രമൊഴിക്കലൊക്കെ നടത്തിയിരുന്നത്. പിന്നീട് അതൊക്കെ ക്ലിയർ ആയപ്പോൾ ഓടി നടന്ന് മൂത്രമൊഴിക്കാൻ അപ്പിടൊക്കെ വന്നിട്ട് തിരിച്ച് കൂട്ടിക്ക് കയറാൻ വേണ്ടി നിൽക്കും. ഇവർ ആടിനെ വളർത്തിയിരുന്ന കൂട്ടിലായിരുന്നു കേട്ടോ അവനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസത്തെ മുറി ഡ്രസ്സ് ചെയ്തൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ പുതിയ മരുന്നൊക്കെ വെച്ചിട്ട് പഞ്ഞിയൊക്കെ വെച്ച് തുണിയൊക്കെ വെച്ചിട്ട് പുതിയതായിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യും. അവന് പുറത്തേക്ക് ഇറക്കിയാലും അവന് നടന്നാലും പുറത്ത് മണ്ണിൽ തട്ടിയാലും മുറിയാവൊന്നും ചെയ്യില്ല. എൻ്റെ വീഡിയോ കാണുന്ന ഈ നിമിഷം വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എൻ്റെ ഫോളോവർ ആയിരിക്കില്ല, അല്ല എങ്കിൽ പോലും നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തരുന്ന വിലപ്പെട്ട നിങ്ങളുടെ ഏതാനും നിമിഷം, എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി ചിലവാക്കുന്ന ഏതാനും ചില നിമിഷങ്ങൾ, അതുതന്നെ ഈ കർമ്മത്തിനൊപ്പം തുല്യമായൊരു നന്മയാണ് നിങ്ങൾ ചെയ്യുന്നത്. വലിയൊരു ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട്. ഞാൻ ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ടി ഓടുമ്പോൾ ഇവരെ സഹായിക്കുമ്പോൾ നിങ്ങളാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് പോലും എൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടും അത് ഒരു സപ്പോർട്ടായി കൂടെ നിൽക്കുന്നത്. എത്രയോ ആളുകൾ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹവും തുടർന്നുണ്ടാവണം. ഒത്തിരി നന്ദി. സ്നേഹം.